ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് കുറച്ച് പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇന്ന് അതുകൊണ്ട് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഒന്ന് സെറ്റാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മാങ്ങ ഒക്കെ നല്ല പോലെ കഴുകിയെടുത്തിട്ട് തൊലി കളഞ്ഞെടുക്കുക. ഞാനിവിടെ ഇപ്പോൾ കോമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നാടൻ മാങ്ങ കിട്ടണം, എന്നാൽ നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങ ഒക്കെ ചിരവി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ തേങ്ങയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ അരച്ചെടുക്കുക. ആദ്യം തന്നെ എല്ലാം ഇവിടെ സെറ്റാക്കി വെക്കട്ടെ. അത് കഴിഞ്ഞിട്ട് മാങ്ങ ഞാനിതാ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. അത് ഞാൻ ഒരു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൺചട്ടിയിൽ വെച്ചാലാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. എൻ്റെ അടുത്ത് ഇപ്പോൾ മൺചട്ടി ഇല്ല, എൻ്റെ അടുത്ത് ചെറുത്താണ്. ഈ മാങ്ങ ഒന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് തേങ്ങ ഒഴിച്ചിട്ട് ഒന്നിങ്ങോട്ട് ചൂടാക്കി എടുത്തിട്ട് കുറച്ച് തൈരും ഒഴിച്ചിട്ട് ഒന്നിങ്ങോട്ട് ചൂടാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കുറച്ച് മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഈ കറിക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം വെക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.